ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ആസിഡ് ആൻഡ് ബേസസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. Dip your fingers in each liquid in a sand kit and rub the fingers as shown in the picture. നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ്സിൽ ഇഷ്ടമുള്ള ലിക്വിഡ് എടുത്തിട്ട്, ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ്സിൽ സോപ്പ് വെള്ളമാണെന്ന് വെച്ചോ, അതെടുത്തിട്ട് അതിലോട്ട് വിരൽ മുക്കിയിട്ട് ഒന്ന് തിരുമ്മി നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ അനുഭവപ്പെടും? ഒരു സ്ലിപ്പറി, ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ് അങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാകുന്നത്? സോപ്പ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ബേസ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഈ ബേസിന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്തോന്ന്? ഈ സ്ലിപ്പറി, വഴുവഴുപ്പ്. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. വിച്ച് ലിക്വിഡ്സ് ഫീൽ സ്ലിപ്പറി? ഇത് കണക്ക് സ്ലിപ്പറി ഫീൽ ചെയ്യുന്ന ലിക്വിഡ്സ് ഏതൊക്കെയാണെന്ന്. സോപ്പ് വാട്ടറും ബേക്കിംഗ് സോഡ സൊല്യൂഷനും ഇതിൽ തന്നിട്ടുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? ആസ് സസ്പെൻഷൻ, ലൈം വാട്ടർ, ചാരവെള്ളവും, പിന്നെ ചുണ്ണാമ്പ് വെള്ളം. ലൈം ജ്യൂസ് അല്ല, ലൈം വാട്ടർ ആണ്, ചുണ്ണാമ്പ് വെള്ളം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബേസ് ആണ്. അപ്പൊ ബേസിന്റെ ഒരു പൊതു സ്വഭാവം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞത്. ബേസിന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്തോന്ന്? സ്ലിപ്പറി. അപ്പൊ എല്ലാ ആസിഡിനും ഒരു സോർ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ബേസസിന് ഒരു ആൽക്കലൈൻ ടേസ്റ്റ് ഉണ്ടെന്നും പഠിച്ചു. നോക്കൂ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസസ്. ആസിഡിനെയും ബേസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു മിക്സ്ചർ ആണ്. When a few drops are added to acid or base, it gives different colors according to their nature and concentration. അതായത് ഇതിന്റെ ഏതാനും തുള്ളി ആസിഡിലോ ബേസിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ നമുക്ക് ലഭിക്കുന്നു. It can be determined by comparing with the color chart on the bottle. ബോട്ടിൽ തന്നെ നോക്കൂ, പലതരത്തിലുള്ള കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് കളർ നോക്കി അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ അടുത്ത കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ആൻഡ് ആസിഡ്. ആസിഡിന്റെയും ബേസിന്റെയും കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ്. പ്രത്യേക പൊതു സ്വഭാവങ്ങൾ ആസിഡും ബേസും നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. സോർ ടേസ്റ്റ് ആണെന്ന് ആസിഡിന്. പിന്നെ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു ആസിഡിന്റെ പൊതു സ്വഭാവങ്ങളിൽ വരുന്നത്. അപ്പൊ ബേസിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഇവിടെ സ്ലിപ്പറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പഠിച്ചു ആൽക്കലൈൻ ടേസ്റ്റിന്റെ കാര്യം, ഒരു രുചി ഉണ്ടെന്നുള്ളത്. റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ടു ബ്ലൂ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. കാണാതെ അപ്പൊ ആസിഡിന്റെയും ബേസിന്റെയും പൊതു സ്വഭാവങ്ങൾ മനസ്സിലായല്ലോ. സോർ ടേസ്റ്റ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്, ബേസിൽ വരുമ്പോ ആൽക്കലൈൻ ടേസ്റ്റ് റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ടു ബ്ലൂ, സ്ലിപ്പറി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് എന്താണ്? ആസിഡ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ കുറെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, കുറെ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത്? ഇതിലേതൊക്കെയാണ് ആസിഡ് സ്വഭാവം ഉള്ളതെന്നാണ് നമുക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് നീര്, റായി സൂപ്പ്, കഞ്ഞിവെള്ളം, ബ്ലാക്ക് ടീ, കട്ടൻ ചായ, ബിലിമ്പി, ഇരുമ്പൻ പുളി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരി നീര്, പിന്നെ ടൊമാറ്റോ, തക്കാളി നീര്, പിന്നെ കോക്കനട്ട് വാട്ടർ, തേങ്ങാവെള്ളം. ഇത്രയും തന്നിട്ടുണ്ട്. ഇതില് ഏതൊക്കെ ആസിഡ് ആണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആസിഡിന്റെ പൊതു സ്വഭാവം നമ്മളൊന്ന് പഠിച്ചായിരുന്നു. എന്താണ്? പുളിപ്പ് രസമുള്ളതെല്ലാം
ആസിഡ് ആണെന്ന്. സോർ ടേസ്റ്റ് ഉള്ളതല്ല, ആസിഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് ഏതൊക്കെ പറയാം? ഓറഞ്ച് ജ്യൂസ്, അതൊരു ആസിഡ് ആണെന്ന് പറയാം. പിന്നെ ഇത് ഇരുമ്പൻ പുളി, അതൊരു ആസിഡ് ആണെന്ന് പറയാം. ഗ്രേപ്പ് ജ്യൂസ്, അതും ആസിഡ് ആണെന്ന് പറയാം. അതിനെല്ലാം ഒരു പുളിപ്പ് രസം ഉണ്ട്. പിന്നെ ഇത് ടൊമാറ്റോ ജ്യൂസ്, അതിനും ഉണ്ട് ചെറിയ തോതിലൊരു പുളിപ്പ് രസം. കോക്കനട്ട് വാട്ടർ, അതിലും ഉണ്ട് ചെറിയ തോതിലൊരു പുളിപ്പ് രസം. അതും ഏതിൽ വരുന്നതാണ്? ഈ ആസിഡിൽ വരുന്നതാണ്. ബ്ലാക്ക് ടീ, നിങ്ങൾക്ക് അറിഞ്ഞാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. ഈ തേയില, അതില് ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതിലൊരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബ്ലാക്ക് ടീയും ഈ ആസിഡില് വരുന്നതാണ്. അപ്പൊ അത്രയും ക്ലിയർ ആയ ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെയാണ് ആസിഡ് സ്വഭാവം ഉള്ളത്? ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ ഇത് ബ്ലാക്ക് ടീ, ഇരുമ്പൻ പുളി, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ, കോക്കനട്ട് വാട്ടർ, ഇതിലെല്ലാം ആസിഡ് സ്വഭാവം ഉള്ളവയാണ്. ഇപ്പുറം നോക്കൂ, ബിഹൈൻഡ് ദ നെയിം, പേരിന് പിന്നിൽ. ആസിഡസ് ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ സോർ ടേസ്റ്റ്. അസിഡസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? സോർ ടേസ്റ്റ് എന്നാണ്, പുളിപ്പ് രസം എന്നാണ് അതിന്റെ അർത്ഥം. അസിഡസ് എന്ന് പറഞ്ഞാൽ ദ ടേം ആസിഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദിസ്. അപ്പൊ ഈ ഒരു വാക്കിൽ നിന്നാണ്, അസിഡസ് എന്ന വാക്ക് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയ അത്രയും? നിങ്ങൾ അടുത്തൊരു ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ് ആൻഡ് ക്യാൻ ബി ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. നേരത്തെ നമ്മൾ കണ്ടതിൽ ഏതൊക്കെയാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നതെന്ന് ഇവിടെ എഴുതാനാണ്. നിങ്ങളുടെ റീസൺ എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇതിനെല്ലാം ചെറിയ തോതിലൊരു പുളിപ്പ് രസം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ ആസിഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ഇതിൽ പറയും. ഇപ്പൊ നമുക്ക് ഇവയ്ക്ക് എന്തോന്നാണ് ഒരു പുളിപ്പ് രസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവയെ ആസിഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതിൽ ഇവിടെ എന്തൊക്കെ എഴുതാം? ഓറഞ്ച് ജ്യൂസ് എഴുതാം, ഇരുമ്പൻ പുളി എഴുതാം, പിന്നെന്തോന്ന് ബ്ലാക്ക് ടീ എഴുതാം, ഓറഞ്ച് ജ്യൂസ്, ഇരുമ്പൻ പുളി, പിന്നെ ബ്ലാക്ക് ടീ, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ഇതൊക്കെ ഇതിൽ നമുക്ക് എഴുതാം. എന്നിട്ട് റീസൺ എന്തോ എഴുതാം? ഇതിലെല്ലാം ചെറിയ തോതിൽ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇവയെ ആസിഡ് സ്വഭാവം ഉള്ളത്. ഇവയ്ക്കൊക്കെ പുളിപ്പ് രസം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവ ആസിഡ് ആണെന്ന് നമുക്ക് പറയാം. ബ്ലാക്ക് ടീയിൽ വന്നിട്ട് അതിൽ ഒരു ചെറിയ തോതിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതും ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതിക്കൂടെ? ഇത് നിങ്ങൾ എഴുതാനുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നോക്ക്, ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിലെ ആസിഡ് ഏതൊക്കെയാന്ന് നോക്കാം. All food items with sour taste have acid in them. എല്ലാ ഫുഡ് ഐറ്റത്തിലും ഒരു പുളിരസം ഉണ്ടെങ്കിൽ അതിൽ അർത്ഥം എന്തോന്നാണ്? അതിൽ ഒരു ആസിഡ് എങ്കിലും അടങ്ങിയിട്ടുണ്ടെന്നാണ്. മോസ്റ്റ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ആസിഡ്. കൂടുതൽ ഫ്രൂട്ട്സ് എടുത്തു നോക്കി ഒന്നിൽ കൂടുതൽ ആസിഡുകൾ അതിൽ അടങ്ങിയിരിക്കും. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതില് മെയിൻ ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർ മിൽക്ക്, കർഡ്, മോര്, തൈര്, അതിലേതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ബട്ടർ മിൽക്കിലും കർഡിലും ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. വിനെഗറിൽ അസറ്റിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. ലെമൺ അറിയാലോ, നാരങ്ങ, അതിലെന്താണ്? സിട്രിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത ടാമറൻഡ്, പുളിയിൽ എന്തോന്ന്? ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ എന്താണ്? മാലിക് ആസിഡ്. ഗൂസ്ബെറി എന്തോന്നാണ്? നെല്ലിക്കയിൽ എന്താണ്? അസ്കോർബിക് ആസിഡ്. പിന്നെ ടൊമാറ്റോയില് ഓക്സാലിക് ആസിഡ്. ഈ ആസിഡിന്റെ ഒക്കെ പേരുകൾ പഠിക്കണം. ഫുഡ് ഐറ്റംസിന്റെ ഈ ആസിഡിന്റെ പേരുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അടുത്ത നോക്കുക, ആസിഡ് ഗൂസ്ബെറി. നെല്ലിക്കയിലെ ആസിഡ്.
you have learned that gooseberries are rich in vitamin C. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗൂസ്ബെറിയിൽ നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ എന്താണുള്ളത് വൈറ്റമിൻ സി ആണെന്ന്. വൈറ്റമിൻ സി ഈസ് ascorbic acid. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്തോന്നാണ്? ascorbic acid ആണ്. The sour taste of gooseberry is due to the presence of ascorbic acid. ഈ നെല്ലിക്കയ്ക്ക് ഈ സോർ ടേസ്റ്റ് പുളിപ്പ് രസം ഉള്ളത് എന്തുകൊണ്ടാണ്? ഈ ascorbic acid ഉള്ളത് കൊണ്ടാണ് നെല്ലിക്കയ്ക്ക് ഈ പുളിപ്പ് രസം ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയത്രയും. നോക്കൂ അടുത്തത്, when milk curdles. പാൽ തൈരാകുമ്പോൾ എങ്ങനെയാണ് പുളിരസം വരുന്നത്? കർഡ് ഈസ് എ ഫുഡ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം മിൽക്ക്. പാലിൽ എടുക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് തൈര്. എന്തുകൊണ്ടാണ് കർഡിന് ഒരു പുളി രുചി ഉണ്ടാകുന്നത് നോക്കാം നമുക്ക്. ഇപ്പൊ പാല് തൈരാക്കാൻ നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? അമ്മമാര് വീട്ടിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പാല് തൈരാകാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച പാലിനെ തണുക്കാൻ വയ്ക്കും. അതിനുശേഷം അതിലോട്ട് എന്തോന്ന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. അടുത്ത ദിവസം ആവുമ്പോഴത്തേക്ക് എന്തോന്ന് ചെയ്യും? ഈ പാല് പൊളിച്ച് തൈരായിട്ട് മാറും. എന്താണ് കാര്യം? ഇതിനിടയ്ക്ക് ഇതെന്ത് നടക്കുന്നുണ്ട്? ഈ തൈരിലൊരു ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ തൈരിൽ അടങ്ങിയിട്ടുണ്ട്. കർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. The lactic acid that is produced when these bacteria nourish themselves with the milk gives curd its sour taste. അതായത് തൈരിൽ അടങ്ങിയിരിക്കുന്ന ഈ ബാക്ടീരിയ, ഏത് ബാക്ടീരിയ? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അതിനാവശ്യമായ പോഷണം കണ്ടെത്താൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് എന്തോന്ന് സംഭവിക്കും? ലാക്റ്റിക് ആസിഡ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആരാണ്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പാൽ എന്തോന്നായിട്ട് മാറുന്നത്? തൈരായി മാറുന്നത്. പാല് തൈരായി മാറുമ്പോൾ ആ തൈരിനൊരു പുളിപ്പ് രസമുണ്ട്. അത് നമുക്കറിയാമല്ലോ, തൈരിനൊരു പുളിപ്പ് രസം ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് പുളിപ്പ് രസം ഉള്ളത്? ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഈ തൈരിന് പുളിപ്പ് രസം വരുന്നത്. അപ്പം തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് തൈരിന് എന്തോന്ന് ടേസ്റ്റ് ഉള്ളത്? സോർ ടേസ്റ്റ് ഉള്ളത്. മനസ്സിലായോ? ഇത് പഠിക്കണേ. നോക്കൂ അടുത്തത്, ആസിഡ് ആൻഡ് ബേസസ് ഇൻ ലബോറട്ടറീസ്. ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചുമാണ്. ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ് ആർ വീക്ക്. ഫുഡ് ഐറ്റംസിൽ ആസിഡ് എന്ന് പറയുന്നത് വീക്ക് എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞവയാണ്. ബട്ട് മെനി ആസിഡ് ആൻഡ് ബേസസ് കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആർ സ്ട്രോങ്. അതായത് നമ്മളിപ്പോ ലബോറട്ടറീസ് ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡും ബേസസും എന്ന് പറഞ്ഞത് സ്ട്രോങ് ആണ്, വീര്യം കൂടിയവയാണ്. ലെറ്റ് ഗെറ്റ് ഫാമിലിയർ വിത്ത് സം ആസിഡ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലബോറട്ടറീസ് ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡിനെയും ബേസിനെയും കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആസിഡും ബേസും ഏതൊക്കെയാണെന്ന് തന്നിരിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, ആസിഡിൽ പറഞ്ഞത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തെ നൈട്രിക് ആസിഡ്. മൂന്നാമത്തെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് ദ ആസിഡ്, ആസിഡുകളുടെ കിങ് എന്നറിയപ്പെടും. പിന്നെ അസറ്റിക് ആസിഡ്. ഇതൊക്കെ വീര്യം കൂടിയ ആസിഡുകളാണ്. അടുത്ത ബേസസിലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം. അതായത് ചുണ്ണാമ്പിന്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പിന്റെ കെമിക്കൽ നെയിം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നൊന്നാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം ആസിഡിൽ വരുന്നത്. ഇപ്പുറം വരുന്നതെല്ലാം ബേസസിൽ വരുന്നത്. ബേസസിൽ എല്ലാത്തിനും ലാസ്റ്റ് ഒരു ഹൈഡ്രോക്സൈഡ് ചേർന്ന് വരുന്നുണ്ട്. പഠിക്കാൻ എളുപ്പത്തിന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തൊക്കെയാണ് ആസിഡ്, എന്തൊക്കെയാണ് ബേസസ് എന്ന് മനസ്സിലായ. അടുത്ത് നോക്കൂ, ആസിഡ് സ്പിൽ കേസസ് ഐ ഇഞ്ചുറി. ആസിഡ് വീഴുന്നത് കണ്ണിന് പരിക്കേറ്റു എന്നുള്ള. A rubber tapping worker suffered severe eye injury due to acid spill. റബ്ബർ ടാപ്പിംഗ്
തൊഴിലാളിക്കാണ് ഇതിനകത്ത് കണ്ണില് പരിക്കേറ്റത്. The acid occurred when he was trying to open a tin containing formic acid. ഫോമിക് ആസിഡിന്റെ ടിൻ തുറന്നപ്പോഴത്തേക്കാണ് യൂസ്ഡ് ഫോർ തിക്കനിങ് ലാറ്റക്സ്, അതായത് റബ്ബർ പാല് കട്ട പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഏത് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. അത് തുറന്നപ്പോഴത്തേക്കാണ് കണ്ണിന് ഇഞ്ചുറി ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് എന്തോതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? റബ്ബർ പാൽ തിക്കാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പത്രപരസ്യം കണ്ടായിരുന്നല്ലോ. അപ്പൊ ആസിഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ആയാലും എവിടെ ആയാലും ഈ ആസിഡുകളുടെ ഉപയോഗം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡന്റ്സ് വൈൽ ഹാൻഡ്ലിംഗ് കെമിക്കൽസ്. കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ മുൻകരുതലുകൾ, ആക്സിഡന്റ് ഉണ്ടാകാതെ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് ചെയ്യാൻ കഴിയും? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്, അത് ശരീരഭാഗങ്ങൾ വീഴാതെ നോക്കണം. പിന്നെ എന്താണ്? ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, നമ്മൾ കൈകൊണ്ട് അവയെ തൊടരുത്. ഡോണ്ട് സ്മെൽ, അവ മണത്ത് നോക്കരുത്. ഡോണ്ട് ടേസ്റ്റ്, അവ രുചിച്ചു നോക്കരുത്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ, ഒരു ആസിഡ് അതിന്റെ ബോട്ടിലിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത്, ഒരു ഡ്രോപ്പർ എങ്ങാനും ഉപയോഗിച്ച് അതിൽ നിന്ന് എടുക്കുക. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹോൾഡർ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അടുത്ത് നോക്ക്, ഇപ്പുറം ആന്റ് ബൈറ്റ്, ഉറുമ്പ്. ഉറുമ്പ് കടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വേദന ഉണ്ടാവാറുണ്ട് അല്ലേ? നോക്ക്, there is a formic acid in the body of ant. ആന്റിൽ കാണുന്ന ഒരു ആസിഡ് ആണ് എന്തോന്ന്? ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ആന്റിൽ കാണുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. When ants bite, this acid enters our body. ഉറുമ്പ് കടിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ഫോമിക് ആസിഡ് ആണ് അങ്ങോട്ട് കുത്തിയിറക്കുന്നത്. അതെന്തോന്ന്? ഈ ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലോട്ട് കയറും. This reacts with the human body and this is why ant bite causes pain. അപ്പൊ ഇത് നമ്മുടെ ശരീരമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആന്റ് കടിക്കുമ്പോഴത്തേക്ക്, ഉറുമ്പ് കടിക്കുമ്പോഴത്തേക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പൊ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്തോന്നാണ്? ഫോമിക് ആസിഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിന്റെ ബാക്കി വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.